Hello students, chapter number 3, Reconstitution of Partnership, Admission of a Partner എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറെ പുതുതായി സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് വർക്കുകൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട വർക്കുകളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. രണ്ട്, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് വിൽ എന്താണ്, മീനിങ്, ഡെഫിനിഷൻ, വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, എന്തിനാണ് നമ്മൾ ഗുഡ് വിൽ വാല്യുവേഷൻ നടത്തുന്നത് അഥവാ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്, ഏതൊക്കെയാണ് ഗുഡ് വിൽ വാല്യുവേഷൻ മെത്തേഡ്സ്, വാല്യൂ ഓഫ് ഗുഡ് വിൽ കണ്ടെത്താനുള്ള വിവിധ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഗുഡ് വിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ദെൻ വാട്ട് ഈസ് ഗുഡ് വിൽ? നമ്മൾ ഒന്നാം വർഷ അക്കൗണ്ടൻസിയിൽ ഗുഡ് വിൽ എന്ന് കേട്ടിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാനോ തൊടാനോ പറ്റാത്ത, അതേസമയം ഒരു വാല്യൂ ഉള്ള, ഒരു വിലയുള്ള മറ്റു അസറ്റ്സിൻ്റെ കൂട്ടത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഗുഡ് വിൽ. ഒരു അസറ്റാണ്. ഈ അസറ്റിന് സ്ഥാപനത്തിന് റവന്യൂ, ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് വേണ്ടി റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാലും ഏത് ബിസിനസ് സ്ഥാപനത്തിനും ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ അതിനെ നമുക്ക് കാണാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ പ്രോഫിറ്റ്സ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബവ് ദ നോർമൽ പ്രോഫിറ്റ്സ്. ഓരോ ബിസിനസ് മേഖലയിലും അഥവാ ഓരോ ഇൻഡസ്ട്രിയിലും, ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തുണിക്കച്ചവടം, ടെക്സ്റ്റൈൽസ്, ഇതൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ആ സെയിം ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, ഒരു ഇൻഡസ്ട്രി റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടായിരിക്കും. റേറ്റ് ഓഫ് റിട്ടേൺ മീൻസ്, ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കുക. അതാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അഥവാ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 1 ലക്ഷം കിട്ടുമെങ്കിൽ 10% അവിടുത്തെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ എല്ലാ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾക്കും, ഞാനൊരു ഉദാഹരണമായിട്ടാണ് ഈ ടെക്സ്റ്റൈൽ പറയുന്നത്, എല്ലാ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾക്കും നോർമലി 10% റിട്ടേൺ കിട്ടും. ഒരു പ്രത്യേക ടെക്സ്റ്റൈൽസിന് 20% പ്രോഫിറ്റ് കിട്ടുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിലും കൂടുതലാണ് പ്രോഫിറ്റ്. 10% നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ളതിന് പകരം 20% കിട്ടുന്നു. അഥവാ 1 ലക്ഷം നോർമലി കിട്ടും എല്ലാ സ്ഥാപനങ്ങൾക്കും. ഈ സ്ഥാപനത്തിന് 2 ലക്ഷം കിട്ടുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷനാണ്, ആ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കൊണ്ടാണ്. ആ സൽപ്പേരിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അഥവാ ഗുഡ് വിൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിന് ഗുഡ് വിൽ കൂടുതലാണ്. ഓക്കെ, നമുക്കിതൊന്ന് ഡെഫിനിഷൻ, ഗുഡ് വില്ലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഗുഡ് വിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫേംസ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഫേമിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിങ്സ്, നമ്മൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന എക്സസ് ഏർണിങ്സിൻ്റെ, എക്സസ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിലും കൂടുതലായി ഒരു സ്ഥാപനം പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ അഥവാ ഇപ്പോഴുള്ള വില, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റിൻ്റെ
ഇപ്പോഴുള്ള വാല്യൂ, അതിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, goodwill is the extra profit earning capacity of a business comparing to similar firms in the same industry. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള കഴിവ്. എക്സ്ട്രാ പ്രോഫിറ്റ് മീൻസ് ആ നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിലും കൂടുതലായിട്ട് മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഒരു ഫേം, അതേ രീതിയിലുള്ള മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ആ ഫേം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ കപ്പാസിറ്റിയെ ആണ്, അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഫേമിൻ്റെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാനുള്ള കാരണങ്ങൾ. ഒന്ന്, നാച്ചർ ഓഫ് ദ ബിസിനസ്. എ ഫേം ദാറ്റ് പ്രൊഡ്യൂസ് high value added products or having a stable demand is able to earn more profit and therefore more goodwill. ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അത് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഹൈലി ഡിമാൻഡഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ വാല്യൂ ഓഫ് ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു വന്നാൽ അത് കൂടുതലായിരിക്കും. ഡിമാൻഡ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ വാല്യൂ ഓഫ് ഗുഡ്വിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോൾ, ഡീസൽ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ സ്റ്റേബിൾ ഡിമാൻഡാണ്, സ്ഥിരമായ ഡിമാൻഡാണ്, നഷ്ടമുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അത്തരം സ്ഥാപനങ്ങളുടെ ഗുഡ്വിൽ കമ്പാരിറ്റീവ്ലി വാല്യൂ ഓഫ് ഗുഡ്വിൽ കൂടുതലായിരിക്കും. ദെൻ സെക്കൻഡ്, രണ്ടാമത്തെ മറ്റൊരു ഘടകമാണ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ. ഇഫ് ദ ബിസിനസ് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ് ഓർ ഈസ് അറ്റ് എ പ്ലേസ് ഹാവിങ് ഹെവി കസ്റ്റമർ ട്രാഫിക്, ദ ഗുഡ്വിൽ ടെൻഡ്സ് ടു ബി ഹൈ. ഒരു ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ, അതെവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ വരാൻ സാധ്യതയുള്ള സിറ്റി പ്ലേസിൽ നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഒരു ടെക്സ്റ്റൈൽസിനെ തന്നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത്തരം സ്ഥാപനത്തിൻ്റെ വാല്യൂ ഓഫ് ഗുഡ്വിൽ കൂടുതലായിരിക്കും. ദെൻ മൂന്നാമത്തെ ഘടകമാണ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് കപ്പാസിറ്റി. എ വെൽ മാനേജ്ഡ് കൺസേൺ യൂഷ്വലി എൻജോയ്സ് the advantage of high productivity and cost efficiency. This leads to higher profits and so the value of goodwill also be high. Efficient management ആണെങ്കിൽ, അഥവാ ബിസിനസ് മാനേജ് ചെയ്യുന്ന ടീം വളരെ എഫക്റ്റീവായി എഫിഷ്യൻ്റായി സ്ഥാപനത്തിനെ നിയന്ത്രിക്കുന്ന, സ്ഥാപനത്തിനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ സെയിൽസ് വളരെ കൂടുതലായിരിക്കും. നന്നായി മാനേജ് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ വളരെ കൂടുതലായിരിക്കും. കസ്റ്റമേഴ്സ് സ്ഥിരമായി ആ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ ഗുഡ്വിൽ കൂടുതലായിരിക്കും. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കുക. വളരെ മോശം മാനേജ്മെൻറ്റാണ്, സ്ഥാപനം നന്നായി പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത മാനേജ്മെൻ്റ് ആണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി, പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളുടെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ദെൻ മാർക്കറ്റ് സിറ്റുവേഷൻ. ദ മോണോപ്പൊളി കണ്ടീഷൻ ഓർ ലിമിറ്റഡ് കോമ്പറ്റീഷൻ enables the concern to earn high profits which leads to higher value of goodwill. ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ മാർക്കറ്റ് മോണോപ്പൊളിസ്റ്റിക് ആണെങ്കിൽ, കുത്തക, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേ, ആ ഫീൽഡിൽ വേറൊരാൾ ബിസിനസ് ചെയ്യാനില്ല, അറൗണ്ട് നമുക്ക് അത് മോണോപ്പൊളിയാണെന്ന് പറയാം, കുത്തകയാണെന്ന് പറയാം. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ ഗുഡ്വിൽ എന്തായിരിക്കും? ഇന്ത്യൻ റെയിൽവേയുടെ ഗുഡ്വിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മോണോപ്പൊളി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റഡ് കോമ്പറ്റീഷനുള്ള, മത്സരം കുറവുള്ള ഏരിയയിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ആ മേഖലയിലാണ് ബിസിനസ് എങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ഗുഡ്വിൽ വളരെ കൂടുതലായിരിക്കും. ദെൻ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ചില സ്ഥാപനങ്ങൾക്ക് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഒന്ന്, ഫോർ എക്സാമ്പിൾ പാറ്റൻറ്റ് റൈറ്റ്.
കോപ്പിറൈറ്റ്, അതുപോലെ ഇമ്പോർട്ട് ലൈസൻസുകൾ, അഷ്വേർഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉള്ള സ്ഥാപനങ്ങളുടെ വാല്യൂ ഓഫ് ഗുഡ്വില്ലും ഇതുപോലെ വളരെ കൂടുതലായിരിക്കും. The firm that enjoys special advantages like import licenses, low rate and assured supply of electricity, long-term contracts for supply of materials, well-known collaborations, patents, trademarks, etc. enjoy higher value of goodwill. Okay, then what is the need for valuation of a goodwill? നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ കേസിലാണ് നിൽക്കുന്നത്. എന്തിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അഥവാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ എത്രയാണെന്ന് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് പല സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. ഒന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എന്തായാലും ആ സാഹചര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 2, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. 3, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. 4, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. 5, ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ മീൻസ് സ്ഥാപനം അടച്ചുപൂട്ടുക. ദെൻ അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. അമാൽഗമേഷൻ മീൻസ് 2 പാർട്ട്ണർഷിപ്പ് ഫേമുകൾ കൂടിച്ചേർന്ന് ഒരു പുതിയ ഫേമായി മാറുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ 2 ഫേമിൻ്റെയും വാല്യൂ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഗുഡ്വിൽ വാല്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ വാല്യൂ ചെയ്യും? സൽപ്പേരിൻ്റെ വില എങ്ങനെ കണ്ടെത്തും? അതിന് നമുക്ക് ചില മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിൽ 3 മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. 2, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. 3, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ 2 തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. 2, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ഗുഡ്വിൽ, definition of goodwill, need for valuation of goodwill, methods of valuation of goodwill, and factors affecting the value of goodwill. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.